അപ്പോൾ അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ദാ നിലാവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ പാലും ബട്ടറും പിന്നെ കസ്റ്റാർഡ് പൊടിയും ബ്രെഡും ഒക്കെ ചേർത്തിട്ട് ഒരു മുട്ടയൊക്കെ ചേർത്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് മോൾക്കൊന്ന് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും രാത്രി തന്നെ ഒന്ന് ഒരുക്കി വെക്കുന്നതാണ്. അപ്പോൾ രാവിലെ ബാക്കി പണി ചെയ്താൽ മതിയല്ലോ, ഒന്ന് വേവിച്ചൊക്കെ വെച്ചാൽ. പിന്നെ ഇതാ ഞാൻ കാരയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ കാരയപ്പം, അതുകൊണ്ട് അതെന്തായാലും തീരും. അതുകൊണ്ടാണ് ഞാൻ കാരയപ്പം ഉണ്ടാക്കുന്നത്. എല്ലാ പെരുന്നാൾക്കും അധികവും ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ആയിരിക്കും എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മധുരമുള്ള കടികൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ കാരയപ്പത്തിൻ്റെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ബട്ടർ പുഡിങ് അത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും അവിടെ റെഡിയാക്കിയിട്ട് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന്. പിന്നെ ഇതാ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ടക്ക് മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പൊറോട്ടൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. ഇത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കി ഉണ്ടാക്കുക. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ മാവ് കുഴച്ച് കുറച്ച് ഓയിലൊക്കെ തേച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ അനിയത്തി കഴുകി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലും മസാലയൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഹണി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി മാത്രം ചേർത്തിട്ട് അതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്. ബാക്കി അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കുന്നത് രാവിലെയാണ്. കാര്യമായിട്ടുള്ള മസാലകളൊന്നുമില്ല, അതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ നെയ്പ്പത്തിലും ബീഫെന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അങ്ങനെ ഇതാ നമ്മുടെ മസാലകളൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇളനീർ പുഡിങ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾക്ക് നിലാവ് കാണുന്ന നേരത്ത് ഇളനീർ തെങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് രാത്രിയും ആയതില്ലേ, അപ്പോൾ പിന്നെ ഇളനീറൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതിന് മെനക്കെട്ടിട്ടില്ല. അത് ഇളനീറിൻ്റെ ഐസ്ക്രീം വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇതാ അപ്പോൾക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് കുക്കറിന് ഒരു ഡബ്ബയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതവിടെ വെച്ച്. പിന്നെ ഇതാ ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റുംസും ഈത്തപ്പഴക്കുംസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നാൽ എളുപ്പത്തിൽ പണി ഒരുങ്ങുമല്ലോ. കാരണം അതിൻ്റെ സെറ്റാക്കിയിട്ട് അതാകുമ്പോൾ ഫ്രീസറിൽ വെക്കുന്നതല്ലേ, വേഗം എടുത്ത് ഉണ്ടാക്കിയേ വേണ്ടും. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ ഈത്തപ്പഴക്കുംസ് ഉണ്ടാക്കി 2 പിന്നെ ക്യാരറ്റുംസും 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈത്തപ്പഴക്കുംസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ക്യാരറ്റുംസ് ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലേക്ക് മട്ടൻ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ മട്ടനും വേവിച്ചെടുക്കുന്നുണ്ട്. വെറും മല്ലിപ്പൊടി ഉപ്പും മാത്രം കൂട്ടിയിട്ട് മട്ടൻ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതാ നമ്മളെ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊറോട്ടൻ്റെ ഇത് എടുത്തിട്ടൊന്ന് പരത്തി അതൊന്ന് റോളാക്കി വെക്കുന്നുണ്ട് രാത്രി തന്നെ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പണിയൊക്കെ ഒരുങ്ങി കിട്ടും. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും തന്നെ രാത്രി ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് പൊറോട്ടൻ്റെ റോളൊക്കെ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് മെയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വേഗം സ്പീഡിലൊന്ന് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കായയുടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വൈകുന്നേരം കായയുടെ ഒക്കെ സെറ്റാക്കി വെച്ചിന്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ വേഗം മെയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോയി. മെയിലാഞ്ചി ഇടാണ്ട് എന്ത് പെരുന്നാളല്ലേ, എനിക്കിഷ്ടമാണ് മെയിലാഞ്ചി ഇടാൻ, അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കില്ല. അങ്ങനെ മെയിലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വരുമ്പോഴേക്ക് അനിയത്തി കാരപ്പൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈത്തപ്പഴക്കുംസും ക്യാരറ്റുംസും ഒക്കെ അവൾ മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ച്. പിന്നെ ഇതാ നമ്മുടെ പൊറോട്ടൻ്റെ ഞാൻ റോളാക്കി വെച്ചിനല്ലോ, അതൊക്കെ ഒന്ന് ക്ലിം ഫിലിം ചുറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എടുത്ത് ചുടിയേ വേണ്ടും. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഞാൻ രാവിലത്തെ കുറച്ച് വീഡിയോസും കൂടെ ഇതിൽ ആഡാക്കിയിട്ടുണ്ട്, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീച്ച് മൈലാഞ്ചിയൊക്കെ കഴുകി കളഞ്ഞ്. അപ്പോൾ കൈ നല്ലോണം ചോന്നിട്ടില്ല. പെരുന്നാൾ കഴിയുമ്പോഴൊക്കെ ചോക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. പിന്നെ ഇതാ ഞാൻ വേഗം തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് നമ്മുടെ മട്ടൻ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ വേഗം അതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്നത്ര, എല്ലാവരും എണീറ്റ് വരണത്ര അപ്പോൾ തന്നെ ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അതൊക്കെ മുറിച്ച് റെഡിയാക്കിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത്
ഒന്ന് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് തക്കാളി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ വേഗം രാത്രി തന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിന്, അതെടുത്തിട്ട് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പിന്നെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച മട്ടനും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അത് നല്ലപോലെ ഒന്ന് മസാല പിടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലും ചേർത്ത് പിന്നെ വറുത്തരച്ച തേങ്ങയിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തത്. അപ്പോൾ അടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ തിളച്ചിട്ട് അതൊന്ന് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉരുളിയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കൽ അടുപ്പിലുണ്ടാക്കുമ്പോൾ. അങ്ങനെ ഞാനത് വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഉണക്കിയ പോലെ ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വിശന്ന് അത്താഴത്തിന് കഴിക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി എനിക്കും മോനിയും വേണ്ടിയിട്ട്. അപ്പം നമ്മൾ രണ്ടാളും അങ്ങനെ കടികളൊക്കെ കുറച്ചെടുത്ത് പിന്നെ ഷോന് വേണ്ടിയിട്ട് ഞാൻ ഓരോ പാത്രത്തിലിട്ടിട്ടില്ല, കാരണം ഞാൻ തന്നെ എല്ലാ പാത്രം കഴുകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ തന്നെ എല്ലാതും പറക്കിയിട്ട് 2 ഗ്ലാസ് ചായയും കൊണ്ട് ടേബിളിൽ ഇരുന്നിട്ട് ഞാനും മോനും ചായ കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഉരുളിയോടെ തന്നെ ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് മൂടി വെച്ചവിടെ. പിന്നെ ഇത് ഹണി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹണീൻ്റെ സോസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതുകൂടി അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹണി ചിക്കൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഹണി ചിക്കന്. പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച പൊറോട്ടൻ്റെ ഇതെടുത്തിട്ട് എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ടാണ് അതിൻ്റെ നെയ്യൊക്കെ അത് ഒന്ന് കട്ടയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും, പ്രശ്നമൊന്നുമില്ല, ഒന്നും തമ്മിലൊട്ട് പിടിക്കുകയോ ഒന്നും ചെയ്യൂല. അതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഇത് നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ടയായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ പൊറോട്ടയൊക്കെ വേഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടൻ്റെ പരിപാടിയും കഴിഞ്ഞ് പിന്നെ വരുന്നവർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ക്യാരറ്റ് എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് പാലും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് ഫസ്റ്റ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തേൽ മിൽക്ക് മെയ്ഡും ഒക്കെ കൂട്ടിയിട്ട് രണ്ടാമതും ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ മൂന്നാമത് കട്ടപ്പാൽ അതും അടിച്ചിട്ട് അതും അതിലേക്ക് ഒഴിച്ചു. പിന്നെ അണ്ടിക്കണ്ണ് വറുത്തതും പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതും പിന്നെ ആപ്പിളും ഉറുമാമ്പഴവും കൂടി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. നെയ്പ്പത്തിരി ഞാൻ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പത്തിരി നമ്മുടെ സാധാ പത്തിരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പുഴുങ്ങലരി പൊടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് പച്ചരിയും തേങ്ങയും ഉള്ളിയും പിന്നെ വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒതുക്കിയെടുത്തിട്ട് അതിലേക്ക് പൊടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതാ നെയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ റെഡി ആകുമ്പോഴേക്കും തന്നെ പള്ളിയിൽ നിന്നൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് 2 ആളും പോകും. അപ്പോൾ അവിടെയൊക്കെ ചോറ് ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ ചോറ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ട വെച്ചു. പിന്നെ നോമ്പ് 30 ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ മന്തി അങ്ങനത്തെ ഒക്കെ തന്നെയല്ലേ കഴിച്ചത്. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി പിന്നെ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ റെഡി ആയതിന് ശേഷം ഫുഡൊക്കെ ടേബിളിലൊന്ന് നിരത്തി വെച്ച് പിന്നെ ആങ്ങളിന് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആങ്ങളെ എത്തിയിട്ടുണ്ട്, ഇതെൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഹഗ്ഗൊക്കെ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇതാ താത്താവൊക്കെ വന്ന് അങ്ങനെ ഓരോരുത്തരും പിന്നെ വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ്ഗോട് ഹഗ് തന്നെ, പിന്നെ പെരുന്നാളല്ലേ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, ആരെയും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഉണ്ടാക്കിയ ജ്യൂസൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ വേണ്ടി ഫോൺ കിട്ടിയിട്ടില്ല, എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.